നിങ്ങൾക്ക് ദേഷ്യ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒപ്പമുള്ള ആളുടെ അടുത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുടെ അടുത്ത് ആ ദേഷ്യം അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണോ? ആക്ച്വലി ഈ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട വികാരമാണോ? ഒരിക്കലുമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം ഒരു സിഗ്നലാണ്. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ മുറിവുകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം എന്ന് മനസ്സ് നമ്മളോട് പറയുന്ന ഒരു സിഗ്നലാണ്. മിക്കപ്പോഴും ദേഷ്യം തന്നെയല്ല യഥാർത്ഥ പ്രശ്നം. അതിനിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അമിതമായിട്ടുള്ള ടെൻഷൻസ്, പ്രഷർ, മാനസിക സമ്മർദ്ദം, പറയാതെ പോയ വേദനകൾ, ഭയം, ആൾക്കാരുടെ അടുത്ത് നിന്ന് എന്തൊക്കെയോ മറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ്, നടക്കാതെ പോയ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, നിശബ്ദമായ നിരാശകളൊക്കെയാണ് ഈ ദേഷ്യമായിട്ട് വരുന്നത്. ഈ ആഴങ്ങളിലേക്ക് നോക്കാൻ നമ്മൾ തയ്യാറാകാതെ പോകുമ്പോഴാണ് ദേഷ്യം തെറ്റായ ഇടങ്ങളിൽ എന്തിനും പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ നേർക്കായിരിക്കാം, അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരോടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊന്നുമല്ല എല്ലായ്പ്പോഴും പുറത്തുള്ള ആൾക്കാരോടും ആവുക. അത് ഒരിക്കലും നമുക്ക് ഒരിക്കലും ആശ്വാസം തരുന്നൊരു കാര്യമില്ല. പകരം കൂടുതൽ നമ്മളെ മുറിവുകൾ സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിൽ ദേഷ്യത്തെ നമുക്ക് എങ്ങനെ മറികടക്കാം? ടിപ്പ് പറഞ്ഞു തരട്ടെ. നമ്മൾ ദേഷ്യം നല്ലതായിട്ട് ഇങ്ങനെ വരുമ്പോൾ, പല്ലൊക്കെ ഇങ്ങനെ ഇറമ്പി വരുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചെയ്യണം. എനിക്ക് യഥാർത്ഥത്തിൽ എന്താണ് തോന്നുന്നതെന്ന് നമ്മളോട് ചോദിക്കുക. എന്നിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് മാറി നിൽക്കുക. ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇനിയിപ്പോൾ ബോധപൂർവം നമ്മൾ ഈ ലൈഫിൽ ബുദ്ധി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് ഉള്ള ബുദ്ധിക്കനുസരിച്ച് എന്തെങ്കിലും നമ്മൾ ആ മൈൻഡ് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് അത് ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരിക. എന്നിട്ട് പിന്നെയും ചിന്തിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്? ഞാനിപ്പോൾ ഈ ഒരു ദേഷ്യം വേറെ ആരുടെ അടുത്തെങ്കിലും പ്രതികരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ, അതോ അതെനിക്ക് തിരിച്ച് എൻ്റെ നേരെ ഒരു സർപ്പായിട്ട് കുത്തുമോ എന്ന് ആലോചിക്കുക. എന്നിട്ട് ആലോചിച്ചിട്ട് പ്രതികരിക്കുക. അപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ദേഷ്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന്. അല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓരോ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നാൽ, ഞാൻ നന്നാവുമ്പോൾ ഒരാൾ കൂടെ നന്നാവുകയാണെങ്കിൽ നല്ലല്ലേ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. ഇതൊരു കമൻറ്റ് സെക്ഷനിൽ ഒരാൾ പറഞ്ഞതാണ്, എനിക്ക് ഭയങ്കര ദേഷ്യമാണെന്നുള്ള. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.